ഇന്നത്തെ വൈകുന്നേരവും പതിവ് പോലെ നല്ല മഴയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. പുറത്തൊക്കെ നിന്ന് മഴയൊക്കെ ഇതുപോലെ ആസ്വദിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അകത്തോട്ട് കയറുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് ഇരിക്കുന്നത്. എന്തായാലും നല്ല പോലെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് നനഞ്ഞ് നല്ല രസമായിട്ടുണ്ട്. സോയ്ക്കുട്ടി മഴയൊക്കെ കണ്ട് മടുത്ത് കയറി കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ. അകത്തോട്ട് കയറിയപ്പോൾ കറണ്ടില്ല, അത് തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് പോയെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്നും ഞാനിവിടെ ഉണ്ടിട്ടോ എന്ന് അറിയിച്ചെങ്കിലും പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മൊത്തത്തിലൊരു പണി കിട്ടിയ സമയമായിരുന്നു കേട്ടോ. എന്തായാലും ഇനി കറണ്ട് വരുന്നതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ സമയം പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്ത് സ്നാക്ക് ഉണ്ടാക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ബ്രെഡൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അത് ഏലിയാറുണ്ട് കണക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ്. കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അതെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രെഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും കറണ്ടൊന്നും ഇല്ല കേട്ടോ, ഇതുവരെ വന്നിട്ടൊന്നും ഇല്ല. ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറ് പയ്യെ മാറ്റി വെച്ചേക്കാം. കറണ്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് സെറ്റാക്കാമല്ലോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് സംശയമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ഈ ഫോണിൽ വെട്ടത്തിലൊക്കെയാണ് ഞാനിവിടെ പണികളൊക്കെ ഓരോന്നായിട്ട് ചെയ്യുന്നത്. കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് ആപ്പിളൊക്കെ നല്ല തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജ്യൂസോ വല്ല ആപ്പിൾ ഷേക്കോ എന്തെങ്കിലുമൊക്കെ മിൽക്ക് ഷേക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നൊരു കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചിരുന്ന് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതുപോലെ ബ്രെഡ് ക്രംസ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. തന്നെ സന്തോഷമായിട്ടോ. അപ്പോൾ തന്നെ ഞാനിനി നമ്മുടെ ഫില്ലിങ്സിലോട്ടുള്ള പരിപാടിയിലോട്ടാണ്. ഇന്ന് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്സ് ഒക്കെ നിറച്ച് ഒരടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ചിക്കനൊക്കെ വെച്ചിട്ട് ഒരടിപൊളി ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് കഴിക്കാനായിട്ട് ഇടിയപ്പമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞാനത് കെറ്റിൽ വെള്ളമൊക്കെ വെച്ച് അതൊന്ന് സെറ്റാക്കി ഇടിയപ്പം അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇനി സ്നാക്കിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ബ്രെഡ് എടുത്ത് നനച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് കയ്യിലൊക്കെ വെച്ച് ശരിക്കൊന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഈ ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിൽ വെച്ച് നല്ലപോലെ ഇതുപോലെ കവർ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ബാലൻസ് വന്നത് ഞാൻ നേരെ അത് സമൂസ ഷീറ്റിലോട്ട് പയ്യെ തട്ടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 3 സമൂസയും കൂടെ അതിൻ്റെ കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ബ്രെഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചീസ് കൂടെ ആഡ് ചെയ്ത് കണ്ടിട്ടോ. അതാണ് സൈഡിലിരിക്കുന്നത്. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു സമൂസ ജസ്റ്റ് ഒന്ന് പൊട്ടി പോയിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയോ ഒട്ടിച്ചവിടെ തൽക്കാലമായിട്ട് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് പൊതിഞ്ഞ് നല്ല കുട്ടപ്പന്മാരാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. ഇപ്പം തന്നെ കാണാൻ നല്ല രസമല്ലേ. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടോ. നല്ല കിറുമുറന്നിരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാ ദിവസവും വേസ്റ്റായിട്ട് 2 സമൂസ 4 കട്ട്ലേറ്റ് ഇതൊക്കെ കളയണ കാരണം ഞാൻ ഇന്ന് കറക്റ്റായിട്ടൊക്കെ ആയിട്ടോ ഉണ്ടാക്കിയത്. ഇത് തീർന്നില്ലെങ്കിൽ ഇനി പരിപാടി ഞാനിവിടെ നിർത്തും. അല്ല പിന്നെ ഇന്നും അതെ കേട്ടോ, ബാലൻസ് വരും. സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല ലാസ്റ്റൊക്കെ ആയി കഴിയുമ്പം. അതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായൊന്ന് ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ചൂടൊക്കെ ആയി കഴിയുമ്പം ജസ്റ്റ് ഒന്ന് തീ ഒന്ന് സിമ്മിലിട്ടിട്ട് പയ്യെ ഓരോന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മറിച്ചും തിരിച്ചും ഇടുക. എവിടേക്കോ എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് പോകുന്നുണ്ടല്ലേ. ചെറുതായിട്ടൊക്കെ ഒന്ന് പനി പിടിച്ചായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റാണ്. ഇപ്പോഴും നല്ലപോലെ മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോണൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ എണ്ണ ചൂടായോ എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്തായാലും എണ്ണ കുറച്ച് ചൂടായിട്ടൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഓരോന്നൊക്കെ ഇട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പിന്നെ ആദ്യം സമൂസയിൽ നോക്കാമെന്ന് വിചാരിച്ചു. സമൂസ 3 അങ്ങോട്ട് പൊരിച്ചങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പയ്യെ അവിടെ നിന്നങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതി സമൂസ കിട്ടന്മാരെ നല്ലപോലെ എണ്ണ കിടന്ന് തിളച്ച് സെറ്റായിട്ട് വന്ന് കോരിയെടുത്താൽ ഇനി അടുത്ത ഐറ്റം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പുറം ഭാഗം പെട്ടെന്നൊന്നും മുരിയും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും കുറച്ച് നേരം ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പം കോരിയെടുക്കാം. ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ്. കാണാനും നല്ല ഭംഗിയാണ്, ഉണ്ടാക്കിയെടുക്കാനും അടിപൊളിയാട്ടോ. ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഞാനിത് മധുരത്തിലും പഴമൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ വറപുരി ഐറ്റംസൊക്കെ 2 റെഡി ആയിട്ടുണ്ട്. സമൂസയും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ ടേബിളിൽ എടുത്ത് വെച്ചു. നോമ്പ് തുറക്കാൻ അവർ 2 ആളും വന്നിട്ടുണ്ട്. പള്ളിയിലൊക്കെ പോയിട്ടാണ് വന്നത്. ഇന്ന് പള്ളിയിൽ നോമ്പ് തുറയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കും സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നോമ്പൊക്കെ തുറന്ന് കഴിച്ച് പിന്നെ ആപ്പിളൊക്കെ ഞാൻ ചെറുതായിട്ടൊരു ജ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് നോമ്പ് തുറന്നു കേട്ടോ. നമ്മുടെ റമളാൻ ബ്ലോഗ് ഇതുവരെ ആയെങ്കിലും
നമ്മളെല്ലാവരും കൂടി ഇരുന്നങ്ങനെ കഴിക്കുന്ന വീഡിയോയൊന്നും നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും അതുപോലെ ഫുള്ളായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പകുതി ദിവസം ഇവർ പള്ളിയിലായിരിക്കും, ഞാൻ തന്നെ ആയിരിക്കും വീട്ടിൽ. പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് കഴിക്കണതൊക്കെയാണ് ഞാനെടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നോമ്പ് തുറക്കാൻ എല്ലാവരും ഞങ്ങൾ മൂന്നാളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് ഈ സമയം കൊണ്ട് പെട്ടെന്ന് പോയി എൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ കിച്ചണിൽ കയറിയത് കേട്ടോ. എന്നെ അവിടെ ഇരുന്ന് നല്ലപോലെ ട്രോളുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണോ എന്തോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം കൊണ്ടേ എന്നെ കാണിക്കുന്നില്ലല്ലോ, ഈ സുന്ദരനെ മാത്രം കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ എന്നെ ഇട്ട് കളയിക്കൊണ്ടിരുന്നൊക്കെയാണ് കേട്ടോ അവരെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഞാൻ കിച്ചണിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൽ നല്ലതൊക്കെ മാറ്റി ചീത്തയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്ത് ഫ്രിഡ്ജിലോട്ട് തട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിലത് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും മല്ലിയിലയും 2 ബോക്സിലാക്കി ഞാനിങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ കഴുകി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും കൂടി ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ കഴിച്ചിട്ട് പോയതും എല്ലാം തന്നെ. അങ്ങനെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞ് അവർ വിട്ടു പോയിട്ടുണ്ട്. ഇനി നേരെ ഡ്യൂട്ടിയിൽ കയറിയിട്ട് ഒരു ക്ലോസിങ് ടൈമൊക്കെ ആയി കഴിഞ്ഞ് ഒരു 9:30 കഴിയും കേട്ടോ എന്തായാലും വരുമ്പോൾ. പിന്നെ അങ്ങോട്ട് കിച്ചൺ ക്ലീനിങ്ങും അതെല്ലാം കഴിഞ്ഞ് പിന്നെ മൊത്തത്തിലൊരു ഒതുക്കൽ പറക്കലും ഒക്കെ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അതിലേക്ക് നടക്കും. പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ എനിക്ക് റെസ്റ്റും ഈ എഡിറ്റിങ്ങും എല്ലാം ഒരുമിച്ചാണ്. അപ്പം പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മുന്നിട്ടേക്കുന്ന റമദാൻ വ്ളോഗ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.